അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പലരും പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോഴത്തെ നിൻ്റെ രൂപവും ആ പഴയ ഉണ്ടച്ചി ഫോട്ടോയും കൂടെ കാണുമ്പോഴത്തേക്കും നിൻ്റെ തള്ളയാണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ട്രാൻസ്ഫർമേഷനൊക്കെ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്. ഇന്നലെയും വേറൊരു കമൻറ്റ് വന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഡയറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ റോ വെജിറ്റബിൾസ് കഴിക്കുക, സാലഡ് കഴിക്കുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. പിന്നീടുള്ള നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ട്, നമുക്ക് 24 hours നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് നേരമെങ്കിലും നമ്മൾ മെനക്കെട്ടില്ലെങ്കിൽ, ഇപ്പം നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി നമ്മളിപ്പോൾ ആഹാരം കഴിക്കുന്ന പോലെ മരുന്ന് കഴിക്കേണ്ടി വരും. ഇന്ന് കുഞ്ഞു മക്കളിൽ പോലും ഫാറ്റി ലിവറും അതുപോലെ തന്നെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്. പണ്ടൊക്കെ ഫാറ്റി ലിവർ എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ 4 കാലിൽ നടക്കുന്ന, നമ്മുടെ പൂസായിട്ട് നടക്കുന്ന, അല്ലെ വെള്ളം അടിക്കുന്നവർക്കൊക്കെ ആയിരുന്നു. അന്നും അവർ വെള്ളം അടിക്കുമെങ്കിൽ അതേപോലെ കഷ്ടപ്പെടുന്നതൊക്കെ കൊണ്ട് വളരെ റെയർ കേസുകളിലൊക്കെ ആയിരുന്നു അങ്ങനെ വന്നുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. 3 നേരം ക്രമം തെറ്റിയുള്ള ഭക്ഷണ രീതികൾ, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡിൻ്റെ അധികമായ ഉപയോഗം, നമ്മൾ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കണം നമ്മുടെ ഇഷ്ടത്തോടു കൂടി തന്നെ. വളരെ കുറച്ച്, ഒരുപാട്, നമ്മളിപ്പോൾ ഒരു പ്ലേറ്റ് ബിരിയാണി എടുക്കുന്നത് അത് ഹൈ കലോറിയാണ്. പക്ഷേ അതിൽ നമ്മളൊരു പോർഷൻ എടുക്കുക, റൈസ് ഒരു പോർഷൻ ആക്കിക്കൊണ്ട് ചിക്കൻ ഒരു 150 ഗ്രാമോളം അതും എടുക്കുക. അത് 1-2 പീസാണ് നമ്മൾ അതിൽ പറയുന്നത്. എന്നിട്ട് അതിനോടൊപ്പം സാലഡും കൂടെ എടുത്ത് നോക്കിയാൽ നമുക്കത് വയറ് ഫില്ലും ആകും. അത് കുറച്ച് ഒരാഴ്ച നമ്മളൊന്ന് കഷ്ടപ്പെട്ടാൽ നമുക്ക് അതേപോലെ റെഡിയാക്കി എടുക്കാവുന്ന ഒരൊറ്റ കാര്യമുള്ള ഡയറ്റ്. ഞാൻ ഷുഗർ കട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ 2 വർഷം. മാഷാ അല്ലാ, ഈ ഡിസംബർ ആകുമ്പോഴത്തേക്കും 2 വർഷമാകാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡയറ്റൊക്കെ നിർത്തിയിട്ട് ഒത്തിരി നാളായി. എന്നാലും ഫുഡിന് നമ്മൾ വണ്ണം, ഓരോരുത്തരും പറയുന്നത് നമ്മൾ എന്ത് കഴിച്ചാലും വണ്ണം കുറയും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആ വണ്ണം വെക്കുന്നത് എന്തായിരിക്കും ഇത്താ കാരണമെന്ന്. നമ്മൾ 3 നേരം വീണ്ടും അരി ആഹാരങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ എടുക്കുക, പിന്നെ എക്സ്ട്രാ ആക്ടിവിറ്റികളൊന്നും ഇല്ലാതാവുക, ഭക്ഷണം ക്രമം തെറ്റിയെടുക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ ആ കലോറി പഴയ ചെയ്തതിനേക്കാളും ഇരട്ടിയായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഫുഡ് ബോഡിയിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് വീണ്ടും വെയിറ്റ് വീണ്ടും വെക്കുന്നത്. പിന്നെ ഉച്ചയുറക്കം, അങ്ങനെ ഒരുപാട് നമുക്ക് നമ്മൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 2 വർഷമായിട്ട് അതിൻ്റെ പുറകെ ഓടുന്നത് കൊണ്ട് തന്നെയാവും മാഷാ അല്ലാ പല കാര്യങ്ങൾക്കും എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുവിധം എനിക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനും എനിക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളത്. എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുഞ്ഞാപ്പിയുടെ പരിപാടി കണ്ട, ഇനി ഇതാണ് അടുത്ത പരിപാടി. അപ്പോൾ വീട്ടിലെ പണിയും എൻ്റെ ഓട്ടവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് റെസ്റ്റ് ഇല്ലാത്തൊരു ഓട്ടമാണ്. പക്ഷേ എന്നാലും ആ ഒരു ഇത് ഞാൻ എൻജോയ് ചെയ്ത് പോവാണ്. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. അത് മുമ്പും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ഒന്ന് കാണുമ്പോഴത്തേക്കും വണ്ണം ആ ഒരു ചോദ്യം എന്നുള്ളത് നമ്മളെ ഒരുപാട് തളർത്തുന്ന കാര്യമല്ലേ. അതുപോലെ തന്നെ നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് പറ്റിയ ഡ്രസ്സല്ലേ ആ അളവിൽ, അല്ലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് നമുക്ക് കയറത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സങ്കടമല്ലേ. അതാണ് എനിക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കാര്യം അല്ലേ. നമ്മൾ വണ്ണം വെച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും എല്ലാവരുടെയും മുന്നിലും മറ്റുള്ളവർ കളിയാക്കൽ, കുറ്റപ്പെടുത്തലുകൾ, അത് ഒരുപാട് നമ്മളെ മാനസികമായിട്ട് അലട്ടുന്നൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആ ഒരു കാര്യമാണ്. പിന്നെ ഡെലിവറിക്ക് ശേഷമുള്ള വയറ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഈ 2026 തുടക്കത്തിലെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഡയറ്റ് എന്നുള്ളത് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു വിധത്തിലുള്ള മടുപ്പും ഉണ്ടാകത്തില്ല. ഞാൻ കണ്ടല്ലോ ആ ഒരു രീതിയിലാണിത്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് നാത്തൂൻസ് കിച്ചൻ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.